സമ്മേളനം സെപ്റ്റംബർ 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഡിജിറ്റൽ സർവകലാശാല VC നിയമന ഭേദഗതി അടക്കമുള്ള ഓർഡിനൻസുകൾക്ക് പകരമായുള്ള ബില്ലുകൾ നിയമസഭ പരിഗണിക്കും. സമ്മേളനത്തിനിടെ മഹാനവമി, വിജയദശമി, ഗാന്ധി ജയന്തി അവധികൾ വരുന്നുണ്ട്. ഒക്ടോബർ അവസാനത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനുള്ളതിനാൽ സഭാ സമ്മേളനം ഇതിനു മുമ്പ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ നിൽക്കെ പ്രതിപക്ഷ ഭരണപക്ഷ പോര് രൂക്ഷമായിട്ടുള്ള നിയമസഭാ സമ്മേളനമാണ് ഇപ്രാവശ്യം നടക്കുക. സസ്പെൻഡ് ചെയ്ത UDF MLA രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എത്തുകയാണ് എങ്കിൽ എവിടെയാണ് ഇരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ചർച്ചയാണ്. പോലീസ് മർദ്ദനം, ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2015 സെപ്റ്റംബർ 12 മുതൽ 2025 സെപ്റ്റംബർ 11 വരെയുള്ള 10 വർഷ കാലയളവിനുള്ളിൽ അംശാദായം 24